KSRTC വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. KSRTC വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. അല്ലെങ്കിൽ പോലീസ് വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. സർക്കാരിൻ്റെ മറ്റു വണ്ടിയുടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അയാണ്ട് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളെല്ലാം നമ്മൾ യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവർക്കെല്ലാം കാണാം കുറേ റീൽസ് വന്നിട്ടുണ്ട്. ADC മീഡിയ എങ്ങനെ എന്തോ ഒരു ഇതാണ്. അപ്പോൾ പുള്ളി രാവിലെ തൊട്ട് ഇങ്ങനെ ഓരോ വണ്ടിയുടെയും വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. വീഡിയോ ഓരോ കിടക്കുന്ന നിർത്തിയിട്ട് വന്ന വണ്ടിയുടെ അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡിൽ വന്ന ആ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നു. അപ്പം പുള്ളി പറഞ്ഞ ഗണേഷ് കുമാർ സാറ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഗണേഷ് കുമാർ സാറ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിന് എതിരെ ആക്ഷൻ എടുക്കും, നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി എടുത്താണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന പൊതുജനങ്ങളെന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ നമ്മൾ ഡ്രൈവർമാരൊന്നും അറിഞ്ഞിരിക്കണം. പൊതുജനങ്ങളായ നമ്മൾ, അതുപോലെ ഡ്രൈവർമാരായ നമ്മൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ KSRTC ആയാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പോലീസ് വണ്ടി ആയാലും ഏത് വണ്ടിയായാലും ശരി ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനാണ്? ഇപ്പം ഞാൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ്, നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്? അതായത് 1988 നിയമപ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന പൊതുജനത്തിറങ്ങുന്ന ഏത് വാഹനത്തിനും തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുത്തേ പറ്റുമെന്നാണ് പറയുന്നത്. അതൊരു നിയമമാണ്. എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്? ഞാനൊരു ഓട്ടോക്കാരനാണ്, സാധാരണ ഒരു ഓട്ടോക്കാരൻ, മനസ്സിലായില്ലേ? അത്രയൊന്നും മനസ്സിലായല്ലോ. ഞാൻ ഓട്ടോ ഓടിച്ച് എൻ്റെ വണ്ടി നിരത്തി ഇറങ്ങുമ്പോൾ എൻ്റെ വണ്ടി മൂലം റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കോ കാൽനട യാത്രക്കാർക്കോ എൻ്റെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ വണ്ടി ഇരിക്കുന്ന യാത്രക്കാർക്കോ അല്ലെങ്കിൽ മറ്റു വസ്തുവകകൾക്കോ എന്തെങ്കിലും എൻ്റെ വണ്ടി മൂലം നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടം കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ചിലപ്പോൾ ഒരാൾ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ആ ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കോടതി ചിലപ്പം 10 ലക്ഷം 20 ലക്ഷം രൂപയ്ക്കായിരിക്കും വിധിക്കുന്നത്. അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഞാൻ ഈ ഒരു 3 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപയുടെ ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുന്നു, എന്നെ കൊണ്ട് പറ്റുമോ? അത് തന്നെ ലോൺ ഇട്ടായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല, ശരിയല്ലേ? അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഇൻഷുറൻസ് എടുക്കുന്നത്. ആ ഇൻഷുറൻസ് കമ്പനിക്കാർ കോടതി വിധിക്കുന്ന നഷ്ടപരിഹാര തുക എന്തുവാ വെച്ചാൽ അവർ കൊടുത്തോളും. അതിനാണ് നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഒരു വണ്ടി എടുക്കണം എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമതൊരു കാര്യം പറയുവാണെങ്കിൽ ഈ KSRTC ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ വീഡിയോ എടുത്ത് കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നുണ്ട്, റീൽസൊക്കെ ആയിട്ട്. പുള്ളിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള നീങ്ങുമ്പോൾ മറ്റ് രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ടായിരിക്കാം. രാഷ്ട്രീയമായിരിക്കാം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളി സർക്കാർ വാഹനങ്ങളുടെയും തഹസിൽദാരുടെ വണ്ടി അല്ലെങ്കിൽ KSRTCയുടെ വണ്ടി, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി അല്ലെങ്കിൽ പോലീസുകാരുടെ വണ്ടി, ഇതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്താണ് ഇന്ന വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് ആണ് പുള്ളി ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന കാര്യം. അപ്പോൾ റോഡിൽ ഇറങ്ങുന്ന നിർബന്ധമായിട്ടും വണ്ടികൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും എടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടാൻ വേണ്ടിയില്ല, നമ്മുടെ വണ്ടി മൂലം നമ്മൾ വണ്ടി നിരത്തി ഇറക്കുമ്പോൾ നമ്മുടെ വണ്ടി മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി, സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ആണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത്, ശരിയല്ലേ? ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം, KSRTC വണ്ടി ഇൻഷുറൻസ് ഇല്ല, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഇൻഷുറൻസ് ഇല്ല, പോലീസ് വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, മറ്റൊരു സർക്കാരിൻ്റെ ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നാണ് ഇപ്പം പുള്ളി പറയുന്നത്. ഓരോ ഫോട്ടോ എടുത്തിട്ടാണ് ഇന്ന വണ്ടിക്ക് ഇതില്ല അതില്ല എന്ന് പറയുന്നത്. ഒരേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, KSRTC ബസ് മൂലം ഉണ്ടായ ആക്സിഡൻറ്റിൽ ആ വണ്ടിയിലെ യാത്രക്കാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും ആ വണ്ടി മൂലം മറ്റുള്ള ആർക്കെങ്കിലും ജീവഹാനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് സർക്കാരായാലും KSRTC ആയാലും അത് കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഇനി ഈ വണ്ടി ഇരുന്ന് ആർക്കെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി മരണം സംഭവിച്ചു, അവർക്ക് ആർക്കെങ്കിലും ക്ലെയിം കിട്ടാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് ഈ പറയുന്ന വ്യക്തിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എൻ്റെ വീടിയുടെ തൊട്ട് താഴെ കമൻറ്റ് ഇടാൻ പറ്റുമോ? KSRTC ബസ് മറിഞ്ഞു, അതിൽ ഇരുന്ന് 2-3 പേര് മരണപ്പെട്ടു, അവർക്ക് ഇൻഷുറൻസ് തുക കൊടുത്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? മിക്കയിടത്തും KSRTC ബസ്സും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആ വണ്ടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനടി മണിക്കൂറിനകത്ത് ആ സർക്കാർ, ഏത് സർക്കാരായിക്കോട്ടെ, ആ സർക്കാർ ഉടനെ പറയും ആ ആക്സിഡൻറ്റ് ഉണ്ടായി ഇതുപോലെ ശാരീരിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായവർക്ക് ഇത്ര രൂപ കൊടുക്കാൻ വേണ്ടി മന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വെച്ച് കൊടുക്കണമെന്ന് മന്ത്രി പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ ഏത് സർക്കാരെ ഭരിക്കുന്നത് ഞാൻ പറയുന്നില്ല, ഏത് സർക്കാർ ഭരിച്ചാലും, അത് കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ശരി, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഒരു ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ അങ്ങനെ എടുത്തുടനെ പറയാൻ പറ്റുമോ? ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ എന്ത് ചെയ്യും? അത് കേസ് എടുത്ത് കോടതി വന്നിട്ട് ലാസ്റ്റ് ഒരു തുക പറയും, കൈ മുറിഞ്ഞു അല്ലെങ്കിൽ കാല് ഒടിഞ്ഞു ഇത്ര രൂപ കൊടുക്കാം, ഇല്ലേ പറയത്തുള്ളൂ. എന്നാൽ ഈ സർക്കാർ അപ്പോൾ എന്ത് പറയും? ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലും ആ വണ്ടി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് മൂലം എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം കൊടുക്കാൻ അപ്പോഴേ തന്നെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഫസ്റ്റ് ഡേ പറയുന്നുണ്ട്. പേപ്പർ വരുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ ആ കുടുംബാംഗങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വെച്ച് കൊടുക്കണമെന്ന് പറയുന്നില്ലേ? എന്നിട്ട് ഈ പറഞ്ഞിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചുമ്മാതെ അങ്ങ് ആക്ഷേപിക്കരുത് KSRTC പ്രസ്ഥാനത്തെ. കാരണം ഇതൊക്കെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. KSRTC ഇൻഷുറൻസ് ഇല്ലാതെ ഓടിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നാലോ, ആ വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായ വണ്ടി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, കയ്യോ കാലോ ഓടിയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ നഷ്ടപരിഹാര തുക
വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സർക്കാർ, അത് കൊടുത്തിട്ടുമുണ്ട്. ഏത് സർക്കാരായാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? അല്ലാതെ രാവിലെ ഒരാൾ ഒരു മൊബൈലും തൂക്കി രാവിലെ തൊട്ട് ഓരോ സർക്കാർ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ഈ വണ്ടിക്ക് ഇതാണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? നമുക്കെന്തുവാണ് ചെയ്യേണ്ടത്? ആ KSRTC ബസ് മൂലം ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ അതായത് സർക്കാരിന് ബാധ്യതയുണ്ട്. ആ സർക്കാർ അത് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, ആയാലും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോക്കിയാൽ പോരെ. ഇപ്പോൾ എന്നെക്കൊണ്ട് ഞാനിപ്പോൾ ഓട്ടോ ഇൻഷുറൻസ് ഇല്ലാതെ റോഡിൽ ഇറങ്ങി, എൻ്റെ വണ്ടി മൂലം ആർക്കെങ്കിലും ഒരു നഷ്ടം, ഒരു അപകടം ഉണ്ടായി, ആരെങ്കിലും ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഒരു മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബം വിറ്റിട്ടായാലും ആ കോടതി പറയുന്ന തുക നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ സർക്കാരിന് വണ്ടി എന്ത് ചെയ്യും? സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. അതറിഞ്ഞാൽ പോരെ. അല്ലാതെ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഈ വണ്ടി ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്നത്? പിന്നെ KSRTC അല്ല, സർക്കാരിൻ്റെ ഏത് വണ്ടിക്കായാലും ഇൻഷുറൻസിൻ്റെ വ്യവസ്ഥയൊക്കെ വേറെ രീതിയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പ്രതികരിക്കുക. ആ വണ്ടിക്ക് ഇൻഷുറൻസിൻ്റെ വ്യവസ്ഥ വേറെയാണ്. ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി റോഡിൽ ഇറങ്ങുന്ന രീതിയിലൊക്കെ ഉണ്ട് കാര്യങ്ങൾ. പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് മാത്രം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാവാൻ വേണ്ടി, ഒന്ന് റീച്ച് ആവാൻ വേണ്ടി നിങ്ങളുടെ പോസ്റ്റും കൊണ്ട് ദയവായിട്ട് ഇറങ്ങാതിരിക്കുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. KSRTC എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല? അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ പോലീസ് വണ്ടി, ഈ വണ്ടി മൂലം റോഡിൽ ഇറങ്ങുമ്പോൾ ഈ വണ്ടി മൂലം ആർക്കെങ്കിലും ഒരു ആക്സിഡൻറ്റ് മൂലം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, ആ വണ്ടി ഇരിക്കുന്ന യാത്രക്കാർക്ക് അല്ലെങ്കിൽ വണ്ടി ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, KSRTC ഉൾപ്പെടെയാലും ശരി, ഈ ബസ്സിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഉടനടി ഒരു മരണം സംഭവിച്ചാൽ പോലും നഷ്ടപരിഹാര തുക സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുമുണ്ട്. ആരെങ്കിലും അങ്ങനെ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അത് റിപ്പോർട്ട് ചെയ്തു, അത് ക്ലെയിം ചെയ്യേണ്ട രീതിയിൽ വ്യവസ്ഥ വന്നിട്ടുള്ളതാണ്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു, പക്ഷേ എന്നിട്ടും അത് തരുന്നില്ലേ, കിട്ടുന്നില്ലേ? നമുക്ക് ആ നഷ്ടപരിഹാര തുക കിട്ടുന്നില്ലേ? നഷ്ടമുണ്ടായി, ഒരു മരണം സംഭവിച്ചു, അതിന് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. പക്ഷേ ആ കുടുംബത്തിന് വേണ്ടി, ആ മരണപ്പെട്ടു പോയ ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഉടനടി തന്നെ ഇടപെട്ട് പൈസ കൊടുക്കുന്നില്ലേ? അത്രയും നമ്മൾ അറിഞ്ഞാൽ പോരെ. ചുമ്മാതി കിടന്ന് രോക്ഷമായി സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് ചുമ്മാ രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ സാറിനെതിരെ പുള്ളി ഈ ഗതാഗത വകുപ്പും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടായാലും ശരി എല്ലാം ഒന്ന് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. പല കാര്യങ്ങളും KSRTC എന്ന പ്രസ്ഥാനം രക്ഷപ്പെടുത്താൻ വേണ്ടി പുള്ളി ആവുന്ന ശ്രമിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണണം, കേൾക്കണം. അല്ലാതെ ഒരാൾ ഒരു വാർത്ത അങ്ങോട്ട് ഇട്ടു, അല്ലെങ്കിൽ KSRTC എതിരെ ഒരു വാർത്ത അങ്ങ് ഇട്ടു, നമ്മളെല്ലാം കുറേ ആൾക്കാരങ്ങ് ഷെയർ ചെയ്തങ്ങ് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ അടി കമൻറ്റ് ചെയ്യണം, ചേട്ടാ അത് ഇങ്ങനെ KSRTC സംഭവം നിങ്ങൾ പറഞ്ഞ ഇൻഷുറൻസ് ഇല്ലാതെ പറയുന്നത് കേട്ടു, പക്ഷേ ആ വണ്ടിയിലിരുന്ന് പലർക്കും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അപകടം മൂലം മരണപ്പെട്ടും പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇൻഷുറൻസിൻ്റെ തുക അല്ല നഷ്ടപരിഹാര തുക കിട്ടുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതിയാവും. അല്ല ചുമ്മാതങ്ങ് സപ്പോർട്ട് ചെയ്തത്. എൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും മറ്റൊരാൾ സോഷ്യൽ മീഡിയ ഇടുന്ന വീഡിയോ ആണ് ശരി, നമ്മൾ കണ്ട ഉടനെ സപ്പോർട്ട് ചെയ്യാൻ പോരുത്. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. ഓക്കെ.